നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ജാൻഡിയർ ഇവളിവിടെ ഇറക്കി വിട്. ആവണി പുറകിലേക്ക് നോക്കി നിലയോട് അത്രയും പറഞ്ഞിട്ട് ജാനും നോക്കുമ്പോൾ അടുത്ത ഡയലോഗിന് അവസരം കൊടുക്കാതെ ജാൻ കാർ ചീറിപ്പായിച്ചു. ആവണിയുടെ മനസ്സാ കലുഷിതമായിരുന്നു. AC കാറിലിരുന്നവൾ ചുട്ടുപൊള്ളി. കിരണിനോടൊപ്പം കാണാറുള്ളതാണ് നിലയെയും കാവ്യയും. പക്ഷേ നിലയെ ജാനോടൊപ്പം ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കാണുന്നത്. സാരിയൊക്കെ കൊടുത്ത് മഴയും നനഞ്ഞ് ഇനി തന്റെ ചെക്കനെ ഇവളെ മയക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? അവൾ ജാനെ ഒന്ന് പാളി നോക്കി. മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. ദേഷ്യം തന്നെയാണ്. അവൾ നോക്കിയത് അവന്റെ ദേഹത്തേക്കാണ്. നിലയുടെ ദേഹത്തുനിന്നുള്ള നനവ് അവന്റെ ഷർട്ടിലോ മറ്റോ ഉണ്ടോ എന്നുള്ള നോട്ടം. ഹാവു ഭാഗ്യം, ഇവൾ എത്ര രമ്പ് കളിച്ചാലും എന്റെ ജാൻ വീഴാൻ പോകുന്നില്ല. ഒരു പ്രാവശ്യം ഒരു നോട്ടം കൊണ്ട് പതിരിപ്പോയെന്ന് കരുതി എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എന്തായാലും എൻ്റെ മനസ്സിലുള്ള ജാൻ അറിയുന്നതിന് മുന്നേ ഇവൾ അറിഞ്ഞിരിക്കണം. അവള് നല്ലപോലെ കേൾപ്പിക്കണം എനിക്കത്. അതിന് ഇവൾ ആരാണെന്ന് കൂടുതൽ അറിയണം. ഇവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ മാത്രമേ ചവിട്ടി താഴ്ത്തുമ്പോൾ 2 മാസം ഡയലോഗും കൂടി കാച്ചാൻ പറ്റുള്ളൂ. ആവണിയുടെ മനസ്സിൽ കണക്കൂട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നിങ്ങളോടൊപ്പം ആവണിയും വന്നു ഇന്ന് ഓഫീസിൽ? ശ്രീ കിരണിനോട് ചോദിച്ചു. ഏയ്, ഞാൻ ശ്രീയമ്മയെ വിളിക്കാനേ ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഒരു ഓലയിൽ തൂങ്ങി വന്ന് ഇറങ്ങുന്നത് കണ്ടു. അപ്പോഴേ ഈ സീൻ ഞാൻ പ്രതീക്ഷിച്ചതാ. നിലക്ക് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും. അതപ്പോൾ ആ ഓഫീസിലേക്ക് വന്ന്. എന്തായാലും നല്ലപോലെ മഴ നനഞ്ഞിട്ടുണ്ട്. കാവ്യ, ഹോസ്റ്റലിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഉടുക്കാനുള്ളടുത്ത് വേദന ഇറങ്ങിക്കോണം, ലേറ്റ് ആവരുത്. ശ്രീയമ്മ. ശ്രീ പറയുമ്പോൾ കാവ്യ അത് സമ്മതിച്ചു. ഇതെന്താ ശ്രീയമ്മ ഒരുമാതിരി കാമുകി വിളിച്ചിറക്കിക്കൊണ്ടുപോകുള്ള മാസ് ഡയലോഗ് പറയുന്നത്? അതിന് തലയാട്ടി സമ്മതിക്കാൻ പുറകിൽ ഒരുത്തിയും. കിരൺ പറയുമ്പോൾ ശ്രീ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. റിയർ വ്യൂ മിററിലൂടെ കാവ്യവനെ കൊഞ്ഞനും കുത്തി. ശ്രീ കാണാതെ കിരൺ ചുണ്ടൂർപ്പിച്ച് അവൾക്കൊരു മുത്തം കൊടുത്തു. പിന്നെ കാവ്യ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. ഹോസ്റ്റലിൽ കാർ എത്തിയതും നിലയും കാവ്യയും കാറിൽ നിന്നിറങ്ങി. അപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ജാനെയും കിരണിനെയും കാർ കണ്ടപ്പോൾ ആവണിക്ക് ആ കൺഫ്യൂഷനായി. ഇനി ഇവളുമാര് കൂടി വരുന്നുണ്ടോ? എങ്ങനെയാപ്പൊന്ന് ചോദിക്കുക? എന്റെ കലിപ്പഞ്ചക്കം മൂട് മാറി നിൽക്കുക. അത് ചോദിക്കുന്നതിനിപ്പോ എന്താ? ഇംഗ്ലീഷിൽ രണ്ട് തെറി വിളിച്ചാലും വേണ്ടില്ല, എന്റെ അല്ലേ? ആവണി വേഗം കാറൊന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിൽ ചാരി നിൽക്കുന്ന ജാന്റെ അടുത്തേക്ക് വന്നു നിന്നു. കിരണും ശ്രീയും ജാന്റെ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ ആവണിക്ക് എങ്ങനെ ചോദിക്കണമെന്നൊരു പിടിയും കിട്ടിയില്ല. ശ്രീ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാത്ത ഗൗരവഭാവം തന്നെയാണെന്ന് അവൾക്ക് തോന്നി. ആർക്കും തന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ലെന്ന് മനസ്സിലായി ആവണിക്ക്. നീ ഇത് എന്ത് പണി കാണിച്ച്? ഈ മഴയിൽ നിന്ന് ഞാൻ ഓഫീസിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? അത് ഈ സിറ്റുവേഷനിൽ പഴയ കാര്യങ്ങൾ ഓരോന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചു പൊട്ടുക. എന്നിട്ടും നിനക്കൊരു കൂസലും ഇല്ലാലോന്നാ. എനിക്കിപ്പോൾ എന്തോ അങ്ങനെ പേടി തോന്നില്ല കാവ്യ. ഇപ്പൊ ആരോ കൂടുള്ള പോലെ വല്ലാത്തൊരു ആശ്വാസം. ഇനി എന്തുണ്ടായാലും എല്ലാം നേരിടാന്നൊരു തോന്നല്. അറിയില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് തോന്നുന്നൊരു ഫീലാണിത്. കാവ്യയുടെ ചോദ്യത്തിന് മുമ്പിൽ പതരാതെ സ്വപ്നലോകത്തെന്ന പോലെ നിന്ന് സംസാരിക്കുന്ന നിലയെ നോക്കി നിന്നുപോയി കാവ്യ. നില, ജാൻ വല്ലതും പറഞ്ഞായിരുന്നു നിന്നോട്? കാവ്യയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ നിലയൊന്ന് പകച്ചു. എങ്കിലും ഇനി ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. കാവ്യല്ലേ തനിക്ക് വേണ്ടി ഒപ്പം കൂടുന്ന തന്റെ കൂട്ടുകാരിയല്ലേ? കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞ പോരാ, കൂടെപ്പിറപ്പ് തന്നെയാണ് കാവ്യ തനിക്ക്. നില, ഞാൻ ചോദിച്ചു കേട്ടില്ലേ നീ? പറഞ്ഞു. എന്ത്? നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ആ മനസ്സെനിക്കറിയാം കാവ്യ. നിനക്കറിയാത്ത കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പറയുമ്പോൾ നിനക്ക് വല്ലാത്ത നാണം വന്നു. ഇന്നലെ രാത്രി സാറിനോട് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കുന്നു. ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. ചിലപ്പോൾ പെട്ടെന്ന്, ചിലപ്പോൾ ലേറ്റാവുമെന്ന്. ഞാൻ നിന്നോട് പറയാനിരിക്കുന്നു. രാവിലെ നീ ഓഫീസ് പോകാനുള്ള തിരക്കിലായിരുന്നില്ലേ? ഒരു കൊച്ചുകുട്ടിക്ക് പുതിയൊരു കളിപ്പാട്ടം കിട്ടിയ സന്തോഷത്തോടെ ഡ്രസ്സുകൾ അടുക്കി ബാഗിൽ വെച്ചുകൊണ്ട് നില അത് പറയുന്നു. കാവ്യയുടെ ഉള്ളെന്ന് പെടഞ്ഞു. നില, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണെന്ന് നിനക്കറിയോ? നിനക്കാൾ ഒരുപടി കൂടുതൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് മോളെ. എല്ലാവരും സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ കാര്യം പറഞ്ഞോട്ടെ, നീ എൻ്റെ പെങ്ങളെ പോലെയാ. ഇനി ഞാൻ പറയുന്നത് ഒരു കണ്ണിൽ മാത്രമേ ഇനി കാണാവൂ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാന്നില്ല. അവരിൽ ആ ഭാവമൊന്നുമില്ലെന്ന് ശരിയാ. നമ്മളോട് എല്ലാവർക്കും സ്നേഹം തന്നെയാ. പക്ഷേ നീ മനസ്സുകൊണ്ട് ഒത്തിരി വീക്കാണെന്നില്ല. നീ വളർന്ന ചുറ്റുപാടിൽ നിന്നൊക്കെ ആവും ചിലപ്പോഴൊക്കെ പിടിച്ചാൽ കിട്ടാത്ത മാനസികാവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നത്. കാവ്യ, നീ ഇത്രയൊന്നും എന്നോട് പറയണമെന്നില്ല. നിനക്കെന്നോട് എന്നും പറയാം. ഞാൻ എങ്ങനെ അതിനെ എടുക്കുന്നോർത്ത് വാക്കുകൾ കിട്ടാതെ എൻ്റെ മുമ്പിൽ നിൽക്കരുത്. നീ എത്ര ശരിക്കും പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും. നീ എൻ്റെ പെങ്ങൾ തന്നെയാ. പറ, എന്നോടെന്താ പറയാനുള്ളത്? കാവ്യയുടെ സംസാരത്തിൽ എന്തോ അവൾക്ക് തന്നോട് പറയാനുണ്ടെന്നും അതിൻ്റെ മുഖവരിയാണ് അവൾ തുടങ്ങി വെക്കുന്നതെന്നും നിലക്ക് മനസ്സിലായി. കാവ്യ പറയുന്നവൾ ശ്രദ്ധയോടെ കേട്ടു. നീ ജാനെ ഒത്തിരി മോഹിക്കരുന്നില്ല. എനിക്കും നിനക്കൊക്കെ സ്വപ്നം കാണാൻ മാത്രമേ അവകാശമുള്ളൂ. കാണുന്ന സ്വപ്നം അത് ഈസിയായിട്ട് കയ്യിൽ കിട്ടില്ല. പക്ഷേ ജാൻ, കിരൺ, ശ്രീയമ്മ അവർക്ക് സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ അത് നേടിയെടുക്കാൻ കെൽപ്പുള്ളവരാ. കുട്ടിക്കാലം മുതലേ അവരങ്ങനെ ജീവിച്ചവരാണ്. പണം, പ്രശസ്തി, ബലം അതിനെ മുൻനിർത്തി നിന്നെയും ജാനിനെ ഈസിയായിട്ട് സ്വന്തമാക്കാം. ജാന്റെ മുന്നിൽ ആ മുകുന്ദൻ, ആ ദുഷ്ട നമ്പൂതിരിയോ തറവാട്ടിലുള്ളവരാരും
ആരും ഒന്നുമല്ല. അതുകൊണ്ട് നിന്നെ വേണമെങ്കിൽ അവർ നേടിയെടുക്കട്ടെ. നീ മോഹിക്കാതെ കാത്തിരിക്കണം, സ്വപ്നം കാണാതെ കാത്തിരിക്കണം. പ്രണയം എന്ന മാന്ത്രിക ലോകം നിന്റെ തറവാടിനേക്കാൾ ദുരൂഹമാണ് നില. ഒരിക്കൽ പ്രണയിച്ചുള്ളിൽ വീണാൽ നിലയില്ലാ കാര്യത്തിൽ നമ്മൾ മുങ്ങിപ്പോവും. ശ്രീയമ്മയുടെ കണ്ണുകളിൽ എപ്പോഴോ ഞാനൊരു ഭയം കണ്ടതാ. ജാൻ സാറിന്റെ നിർബന്ധത്തിന് വഴിയും സമ്മതിച്ചു പോയതാ. ആ വലിയ മാൻഷനിലുള്ളവരെ നമുക്കറിയില്ല നില. കിരണിന്റെ അച്ഛനെ തന്നെ കൊന്നുകളഞ്ഞാന്നാ ചിലർ പറയുന്നത്. കിരണിന്റെ അമ്മ ആരാണെന്ന് അവർക്ക് പോലും അറിയില്ല. ശിവനാഥ് സാറിനെയോ ശ്രീയമ്മയുടെ അച്ഛനെയോ അല്ല ഞാൻ ഈ പറയുന്നത്. അവർക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്. എല്ലാം പണം മോഹിച്ചും സ്വത്ത് മോഹിച്ചും ചെയ്തു കൂട്ടുന്നതാ. ആവണിയെ അവളുടെ അമ്മയെ നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് ജാൻ്റെ മേലൊരു കണ്ണുണ്ട്. ആവണിക്ക് ജാൻ ഇഷ്ടമാണ്. അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ഒന്നും ചെയ്യണ്ട. എല്ലാം കണ്ടും കേട്ടും ഒന്നും ശ്രദ്ധിക്കാതെ നിന്നാൽ മതി. കുറച്ച് ദിവസം അവർ പറയുമ്പോൾ നമുക്ക് കൂടെ നിൽക്കാം. അത് കഴിഞ്ഞാൽ പതിയെ ഹോസ്റ്റലിലേക്ക് മാറാം. ജാനി നിന്നോട് പ്രണയം തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. പക്ഷേ നീ നിന്റെ മനസ്സൊന്ന് കൺട്രോൾ ചെയ്യണം. ഞാൻ പറയുന്ന മനസ്സിലായ നിനക്ക്? നില കുറെ നേരം മൗനമായിരുന്നു. കാവ്യ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് താൻ ചിന്തിച്ചില്ല ഈ നിമിഷം വരെയും? അവർ പണക്കാരാണെന്നോ വലിയ ആൾക്കാരാണെന്നോ ഉള്ള ബോധം തനിക്കില്ലാതെ പോയി. തന്റെ മനസ്സിൽ ഇപ്പോഴും തന്റെ ജാതകദോഷവും തറവാടൊക്കെ തന്നെ ആയിരുന്നില്ലേ? ജാതകദോഷം മാറിയാൽ തനിക്ക് തന്റെ പ്രണയം സ്വന്തമാക്കാമെന്നുള്ള അതിമോഹം മാത്രമായിരുന്നു ഇന്നലെ മുതൽ ഈ നിമിഷം വരെ. അർഹിക്കാത്ത എന്തോ മോഹിച്ചു പോയോ താൻ? ഇന്ന് രാവിലെ കൂടി ജാൻ സാർ തനിക്കൊരു സൂചന തന്ന, വീട്ടിലുള്ള ചിലരെ നീ താങ്ങില്ലെന്ന്. കാവ്യ നോക്കി അവളും ചിരിക്കാൻ ശ്രമിച്ചു. നില, നീ ഇങ്ങനെ ഇരിക്കല്ലേ? എനിക്ക് എന്തോ പോലെ. ഞാൻ നിന്റെ നല്ല വേണ്ടി എത്രയും പറഞ്ഞു. നിനക്കറിയോ, ഏതൊരു നിമിഷം എൻ്റെ മനസ്സൊന്ന് കൈവിട്ടു പോയതാ കിരണിന്റെ കാര്യത്തിൽ. പക്ഷേ ഞാനത് അപ്പം തന്നെ തിരുത്തി. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നില. കാവ്യ പറയുമ്പോൾ നില അവളെ കെട്ടിപ്പിടിച്ചു. കാവ്യ, എനിക്ക് പഴയ നിലയാവണം, നിന്റെ മാത്രം നില. നമുക്കെല്ലാം മറക്കാം, ആരും വേണ്ട. സ്നേഹം കിട്ടാതെ വരണ്ടുപോയ മനസ്സ് കുറച്ച് മണിക്കൂർ കൈവിട്ടുപോയി കാവ്യ. എനിക്കത് തിരികെ പിടിക്കണം. ജാൻ സാറിന് എനിക്കിഷ്ടമാണ്, ഇപ്പോഴും എപ്പോഴും. പക്ഷേ നീ പറഞ്ഞ പോലെ ഞാൻ അവിടെ എത്തുന്നത് നോക്കി കാണണം, കാത്തിരിക്കണം. ഇനിയൊരു ദുരന്തം അത് ഞാൻ താങ്ങില്ല കാവ്യ. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. കരഞ്ഞു എന്ന് വേണം പറയാൻ. ആവശ്യത്തിനുള്ള ഡ്രസ്സ് പാക്ക് ചെയ്ത് അവർ വേഗം തന്നെ ഫ്രഷായി ഡ്രസ്സ് മാറി. നില, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ? സോറി, നിന്റെ അനുവാദമല്ലാതെ നിന്റെ കാര്യങ്ങൾ ശ്രീയമ്മയോടും ജാൻ സാറിനോടും പറഞ്ഞേന്. പറയേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ പറഞ്ഞു പോയതാ. എന്നോട് ക്ഷമിക്കില്ലേ നീ? ഏയ് സാരില്ലടി, അതുകൊണ്ടല്ലേ ഞാൻ മൂന്നേരത്തെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ എവിടെയോ ഒരു വേദന പോലെ. എൻ്റെ അമ്മയെ എല്ലാവരും പിഴച്ചവളായി കാണും അല്ലേ കാവ്യ? അമ്മയ്ക്ക് 17ാമത്തെ വയസ്സിൽ കാമം തലക്കി പിടിച്ച് കാര്യസ്ഥനുണ്ടായവളാണ് ഞാനെന്നാ തറവാട്ടിലുള്ളവർ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കാര്യസ്ഥന്മാർ ഏതൊരു വരത്തിൽ നിന്നായി കഥയുടെ പോക്ക്. എൻ്റെ അമ്മയെ എല്ലാവരും ആ കണ്ണി കാണുമായിരിക്കും അല്ലേ? ശരിയാ, ജാൻസാൻ ഒരിക്കലും ഞാൻ ചേരില്ല അല്ലേ കാവ്യ? പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നില, ഞാൻ നിന്റെ അമ്മയെ അത്രയും മോശക്കാരിയാക്കി പറയുന്നു നീ കരുതുന്നുണ്ടോ? അമ്മയുടെ പ്രണയം അത് നമുക്കറിയാം. ശ്രീയമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിന്റെ അച്ഛൻ രാമാനുജൻ എന്നൊരാളാണെന്നേ എനിക്കറിയായിരുന്നുള്ളൂ. നിന്റെ അച്ഛൻ മറ്റൊരാളെന്ന് ടീച്ചറമ്മ പറഞ്ഞു, ആ നമ്പൂതിരി പറഞ്ഞൊക്കെ നീ എന്നോട് പറഞ്ഞ് ഈടൊക്കെയല്ലേ. ഞാനൊന്നും ആരോടും തിരുത്തി പറയാൻ നിന്നിട്ടില്ല നില. എൻ്റെ മനസ്സിൽ നിന്നെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം പോട്ടെ, ഇനി ആ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട. വാ, അവരോട് കാത്തിക്കുക. ഞാൻ പറഞ്ഞു കേട്ടിട്ട് നീ ജാനോട് അകൽച്ചയൊന്നും കാണിക്കരുത് കേട്ടോ. ഒരു കരുതൽ അത്രയും വേണ്ടു. നിങ്ങൾ ഒന്നാമത് കാണാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് ഞാൻ തന്നെയാണ് നില. നിലയൊന്ന് ചിരിച്ചു. പക്ഷേ അവൾ മനസ്സിൽ മറ്റു പല തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരുന്നു. റൂമിന് പുറത്ത് മറിഞ്ഞിരുന്ന് ഒളിഞ്ഞു കേട്ട 2 കാതുകൾ അവർ കണ്ടില്ല. നിലയും കാവ്യയും അവസാനം പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്നും നിലയ്ക്ക് ജാനോട് പ്രണയമാണെന്നുള്ള കാര്യം മാത്രം ആ കാതുകൾ ഒപ്പിയെടുത്തു. കൂടാതെ ഭദ്രയെ സംബന്ധിക്കുന്ന ചില ഏടുകളും. അവർ മുറി വിട്ടിറങ്ങും മുമ്പ് ആവണി വേഗത്തിൽ ഹോസ്റ്റലിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. മനസ്സിലാക്കേണ്ടത് അത്രയും അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു ഗൂഢമായ ചിരിയോടെ കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴും നീലാംബരിയെ പച്ചക്ക് കൊളുത്താൻ മാത്രം ദേഷ്യം ആവണിയിൽ നിറഞ്ഞു. തന്റെ അമ്മയെ ഒന്ന് കാണാനും അറിഞ്ഞ കാര്യങ്ങൾ അറിയിച്ച് പുതിയ പദ്ധതികൾ തയ്യാറാക്കാനും അവളുടെ മനസ്സ് മുറവിള കൂട്ടി. ഹോസ്റ്റലിന്റെ ഗേറ്റ് അടന്ന് നടന്നു വരുന്ന നിലയും കാവ്യയും കാറിൽ ചാരിയുന്ന ശ്രീയും കിരണും ജാനും ആവണിയും നോക്കി നിന്നു. നിലയുടെ അത്രയും വരില്ലെങ്കിലും കാവ്യയും സുന്ദരി തന്നെയാണ്. ഒരു വൈറ്റ് ടോപ്പും ബ്ലൂ സ്കേർട്ടുമാണ് കാവ്യയുടെ വേഷം. ഒരു ബ്ലാക്ക് ടോപ്പും ഓറഞ്ച് ലോങ് സ്കേർട്ടുമാണ് നില ധരിച്ചിരുന്നത്. ഇരുവരും വല്ലാത്ത സന്തോഷത്തിലാണെന്ന് ആവണിക്ക് തോന്നി. ശ്രീ നോക്കിയത് ജാനെയും കിരണിനെയുമാണ്. രണ്ടുപേരും ഒരുപോലെ മുന്നോട്ട് നോക്കി നിൽപ്പാണ്. കിരൺ രണ്ടാളെയും നോക്കി കൈയും കാലൊക്കെ കാട്ടുന്നുണ്ട്. പക്ഷേ ഒരുത്തൻ അതുമാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന പോലെ നിലയിൽ തന്നെ നോട്ടം ഉറപ്പിച്ചിരിക്കുകയാണ്. ആവണി ആ തക്കത്തിന് ജാന്റെ കാറിന്റെ കോ ഡ്രൈവർ സീറ്റിൽ കയറിങ്ങി ഇരിപ്പുറപ്പിച്ചു. ജാന്റെ നോട്ടത്തിൽ നിലയൊന്ന് പതിരെങ്കിലും അത് മുഖത്ത് കാട്ടാതെ അവൾ കിരണിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. കിരണേട്ടാ, ഞാൻ ഈ കാറിൽ കയറിക്കോട്ടെ? നില കിരണിനോട് ചോദിക്കുമ്പോൾ ജാന്റെ നെറ്റിയൊന്ന് വിളിഞ്ഞു. അപ്പോഴവൻ സ്വന്തം കാറിൽ ചാരിയുന്നേ ഉള്ളൂ. പിന്നെന്താ, കയറി പിള്ളേരെ എന്ന് കിരൺ പറഞ്ഞു. രണ്ടും കൂടി പുറകിലേക്ക് കയറാൻ തുടങ്ങി. നീടി, ഞാൻ നിന്റെ ഒക്കെ ഡ്രൈവർ അല്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ മുന്നിൽ കയറിക്കോ.
കിരൺ കള്ളദേഷ്യം വരുത്തി പറഞ്ഞു. അപ്പൊ ശ്രീയമ്മ ഈ കാറിൽ വരുന്നില്ലേ? നിലയുടെ ചോദ്യം കേട്ടപ്പോൾ ജാനു ഇറങ്ങി കയറി. എല്ലാരും കൂടി കിരണിന്റെ കാറിൽ കയറിയ പിന്നെ താനീ മോള് ഒരുമിച്ച് വരട്ടെ എന്നാണോ? അവൻ ഓർത്തു. ശ്രീയമ്മ അവന്റെ കൂടെ വരട്ടെ, നമുക്കിതിൽ അടിച്ച് പൊളിച്ച് പോവാൻ പിള്ളേരെ. കിരൺ പറയണ താമസം കാവ്വേഗം പുറകിൽ കയറിയിരുന്നു. നീല അവളെ നിന്ന് കൂർപ്പിച്ച് നോക്കി. എന്നിട്ട് ഒരു ചെറു ചിരിയോടെ മുന്നിൽ കയറി. വിജയ് ചിരിയോട് അപ്പോഴും രാജകുമാരി ചമഞ്ഞിരിക്കുകയാണ് ആവണി. ജാൻ കാറിൽ നിവർന്നത് സ്ട്രെച്ച് ചെയ്തു. ബ്ലേസർ ഊരി മാറ്റി ഷർട്ട് നിവർത്തി ഇരു കൈയുടെയും സ്ലീവ് മുകളിലേക്ക് മടക്കി വെച്ച് കിരണിന്റെ അടുത്തേക്ക് നടന്നു. അവന്റെ കയ്യിൽ നിന്ന് ചായ പിടിച്ചു വാങ്ങി സ്വന്തം കയ്യിൽ നിന്നക്കി ശ്രീയുടെ നേരെ എറിഞ്ഞു. ശ്രീ അത് വേഗം തന്നെ ക്യാച്ച് ചെയ്തു. ഒരു ചെറു ചിരിയോടെ ജാന്റെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു ശ്രീ. കിരൺ കാറിൽ കയറും മുമ്പ് തന്നെ ശ്രീ കാറ് മുന്നോട്ടെടുത്ത് കഴിഞ്ഞിരുന്നു. ജാൻ ഡ്രൈവർ സീറ്റിൽ കയറിയതും നിലയൊന്ന് പകച്ചു. ഇപ്പൊ ഇവിടെ ആരാ പടക്കം പൊട്ടിച്ച്? ഇന്നെന്താ വിഷു ആണോ എന്ന പോലെ കിരൺ പുറകിൽ കയറി. അങ്ങോട്ട് നീങ്ങിരിക്കടി ചക്കപ്പോത്തെ. കാവ്യെ തള്ളി നീ കിരൺ അവിടെ അടുത്തേക്ക് ഇരുന്നു. കാവ്യ കിരണിനെ ഒന്ന് തുറച്ചു നോക്കി. കിരണേട്ടാ മുന്നിലേക്ക് വരുന്നോ? ഞാൻ പുറകെ വരാം. തലയെന്ന് പുറകിലേക്ക് നീട്ടി നില പറയുമ്പോൾ കാവ്യയും കിരണ എന്തോ കാര്യമായ ചർച്ചയിലാണ്. കണ്ണുകളൊന്ന് കൂർപ്പിച്ചുകൊണ്ട് സൈഡിലേക്ക് അവൾ നോക്കുമ്പോൾ ജാൻ അവൾ ദേഷ്യത്തോടെ നോക്കുന്നതാണ് കണ്ടത്. പെട്ടെന്നായിരുന്നു അവൻ നിലയുടെ അടുത്തേക്ക് ആഞ്ഞു വന്നത്. അവളോട് ചേർന്ന് വന്ന് അവൾക്ക് സീറ്റ് ബെൽറ്റ് വലിച്ചു കൊടുക്കുമ്പോൾ അപ്പോഴും പുറകിലേക്ക് നോക്കിയിരുന്ന അവളുടെ കഴുത്തിൽ അവന്റെ ചുടുശ്വാസം പതിക്കുന്നതും അവന്റെ മുടിയിഴകൾ കവിളിലൂടെ തഴുകി കടന്നു പോകുന്നതും അവൾ അറിഞ്ഞു. വല്ലാത്തൊരു വിറയിൽ തന്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന അവൾ അറിഞ്ഞു. പുറകിൽ കാവ്യം കിരൺ അത്യാവശ്യം നല്ല ബഹളമായിരുന്നു. അവരോടൊപ്പം ചേർന്ന് കാറിക്കുവാൻ നിലയുടെ ഹൃദയം അവൾ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ മുന്നിൽ നിന്ന് ജാട വാരി വിതറി ഡ്രൈവ് ചെയ്യുന്നവനെ കാണെ അവൾ സ്വയം അവളോട് തന്നെ ഒരു പൊടിക്കടങ്ങാൻ ആവശ്യപ്പെട്ടു. വലത് കൈ ഡോറിൽ താങ്ങി സ്റ്റിയറിംഗിൽ പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ജാന്റെ ഇടത് കൈ നിലയുടെ കൈയിലേക്ക് ഒന്ന് സ്പർശിച്ചതും ഒരു ഞെട്ടിലോട് അവൾ കൈ വലിച്ചെടുത്ത നിമിഷം തന്നെ അവളുടെ തുടയിലായി അവന്റെ കൈയമർന്നു. ഒന്ന് ഞെട്ടിക്കൊണ്ട് ഉയർന്നു പൊങ്ങിയ നിലയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇടത് കൈ ഉയർത്തി സൂറി പറയും പോലെ കാട്ടിയവൻ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചൊരു കള്ളച്ചിരിയോ ഡ്രൈവ് ചെയ്യുന്നവനെ കൂർപ്പിച്ചു നോക്കി നില. അതെ, ഈ ജാനെന്തിങ്ങനെ പയ്യെ ഡ്രൈവ് ചെയ്യുന്നത്? സാധാരണ ഒരു കാറ് കൈ കെട്ടി പറക്കുന്ന പോലെ തോന്നും. ഇതിപ്പോ കഷ്ടപ്പെട്ട് റോഡ് കാറിന് മേലെ ചുമന്നുകൊണ്ട് പോകുന്നവരുണ്ടല്ലോ. കാവ്യ കിരണിന്റെ ചെവിയിലായി രഹസ്യം പറയും പോലെ പറയുമ്പോൾ കിരൺ കാവ്യയോട് പതിയെ പറഞ്ഞു. നീ മുന്നിലേക്ക് നോക്കി. ജാന്റെ കാറാണ് ആ പോകുന്നത്. ഒരു ഓടി കാർ ഈ അവസ്ഥയിൽ പോകുന്ന നീ കണ്ടിട്ടുണ്ടോ? കണ്ടു കാണില്ല. കാരണം അത് ഓടിക്കുന്ന ശ്രീയമ്മയാ. അതുകൊണ്ടാണ് ഇവനും പുറകെ പയ്യെ പയ്യെ പോകുന്നത്. സ്വന്തം അമ്മയുടെ കാര്യം വരുമ്പോൾ മാത്രം മുന്നിലിരിക്കുന്ന തിണ്ടിക്ക് നല്ല ക്ഷമയാ. അന്ന് നിലയുടെ എൻഗേജ്മെന്റിലൂടെ ശ്രീയമ്മ തക്ക സമയത്ത് എത്തിയത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും അതിശയാ. അത് സ്വയം അറിയാവുന്നുണ്ട് തന്നെയാവും ശ്രീയമ്മ പാതിരാത്രി എന്നെ കൈലാസത്തിൽ നിന്ന് ഇറങ്ങിയത്. ശ്രീയമ്മ കേൾക്കണ്ട, നീ ഇവിടെ എന്നെ കുറ്റം പറയുന്നത്. എങ്ങനെ കേൾക്കാനാ? ഞാൻ നിന്നോടല്ലേ പറയുന്നത്. എനിക്ക് പറഞ്ഞു കൊടുക്കാലോ. ഒരാക്കിയ ചിരിയോടെ കാവ്യ പറയുമ്പോൾ പാമ്പിനെയാണല്ലോ ഈശ്വര പാലൂട്ടി വളർത്തിയെന്ന് അവന് ഓർമ്മ വന്നു. ഓഹോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എന്നാ ഓടിപ്പോയി പറഞ്ഞു കൊടുക്കടി. നിനക്ക് ഓടിച്ചെന്ന് ചാടിക്കയറാൻ മാത്രമുള്ള സ്പീഡ് ആ കാറിന് ഇപ്പോൾ ഉള്ളൂ. കേട്ടോടി, ഈ പറഞ്ഞും കൂടി നീ ചേർത്ത് പറഞ്ഞു. എന്റെ ധൈര്യം സേട്ടൻ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടില്ലായിരുന്നോ? ആ ലാവണ്യയുടെയും മായുടെയും മുഖത്തൂങ്ങിയ മാസ ഡയലോഗല്ലേ ഞാൻ കാച്ചിയത്. മുകുന്ദനെ മുഖത്തൂങ്ങി ഞാൻ വിളിച്ചില്ലേ ചേട്ടേന്ന്. ഓർക്കുമ്പോ എനിക്ക് രോമാഞ്ചം വരിക, രോമാഞ്ചം. കാവ്യ, പെട്ടെന്നുള്ള കിരണിന്റെ ആർദ്രമായ വിളിയിൽ അവളവനെ ഒന്ന് നോക്കി. ഇത്രയും നേരം കളിച്ചിരിച്ചിരുന്ന കിരണായിരുന്നില്ല അപ്പോൾ. കാവ്യ, നീയും സൂക്ഷിക്കണം. അവൻ പകയുള്ള കൂട്ടത്തിലാ. നിന്റെ നേർക്കും അവനൊന്ന് കുതിച്ചു വന്നാ. തക്ക സമയത്ത് ഞാൻ അവനെ തൊഴിച്ചു. അവന്റെ കണ്ണിൽ ഞാൻ കണ്ടതാ എരിയുന്ന പക. പേടിപ്പിക്കാതെടാ. കാവ്യ കണ്ണുമിഴിച്ച് പറയുമ്പോൾ എന്തോ അവൻ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് അവനെ നെഞ്ചിലേക്ക് അണച്ചുകൊണ്ട് കാവ്യയുടെ തലയിലൂടെ ഒന്ന് തഴുകി. കാവ്യയുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു വന്നു. എങ്കിലും അവൾ അവന്റെ നെഞ്ചിലൊന്ന് പതുങ്ങിക്കൂടി. എന്തോ വല്ലാത്തൊരു സമാധാനം ആദ്യമായി അവൾ അനുഭവിച്ചറിഞ്ഞു. നീലാംബരിയുടെ മാനസികാവസ്ഥ ഏകദേശം താനിപ്പോൾ അനുഭവിക്കുന്ന ഈ സമാധാനം തന്നെ ആയിരിക്കണമെന്ന് കാവ്യയ്ക്കും ബോധ്യമായി. എന്തോ പറയാനായി നീലാംബരി പുറകിലേക്കൊന്ന് നോക്കിയ നിമിഷം കണ്ട കാഴ്ച ഇതാണ്. കുട്ടി പകച്ചുപോയി. ഒന്ന് കണ്ണുമിഴിച്ചുകൊണ്ട് ഞൊടിയിൽ തിരിഞ്ഞ് സീരിയൽ ചാരിയുന്നവരുടെ മുഖത്ത് വിരിയുന്ന വല്ലാത്ത ഭാവം കണ്ട ജാൻ റിയർ വ്യൂ മിററിലൂടെ പുറകിലേക്കൊന്ന് നോക്കി. അവന്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇടയ്ക്ക് റെസ്റ്റോറന്റിൽ കയറി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നീലാംബരിയെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുന്ന കിരണിനെയും ശ്രീയെയും നോക്കി ചെറു ചിരിയോടെ ഇരുന്നു ജാനെങ്കിൽ വീർത്ത് കെട്ടിയ മുഖവുമായി ആവണി അവരെയൊക്കെ തുറിച്ചു നോക്കി. പൊറോട്ടയും ബീഫും കഴിക്കാൻ അവൾക്ക് മടിയൊന്നുമില്ല. പക്ഷെ മുന്നിൽ ആരെങ്കിലും വന്നിരുന്ന് ഇമച്ചിമാതെ നോക്കിയിരുന്നാൽ തൊണ്ടക്കുഴിയിൽ നിന്ന് എങ്ങനെയാ ഭക്ഷണം ഇറങ്ങുക? പക്ഷെ കാവ്യക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അവൾ കിരണിന്റെ പ്ലേറ്റിലും കൈയിട്ട് വാരി കഴിച്ചു. ഏകദേശം 9 മണിയോടടുത്തു അവർ കൈലാസത്തിൽ എത്തിയപ്പോൾ തന്നെ ദൂരെയായി കാണുന്ന പഴയ മോഡലുള്ള വലിയ തറവാട് കണ്ട് നീലാംബരിയും കാവ്യയും തെല്ലൊരു കൗതുകത്തോടെ നോക്കി നിന്നു പോയി. തങ്ങളുടെ ബാഗ് തോളിൽ തൂക്കി ഇരുവരും മുഖത്തോട് മുഖം നോക്കി ഇനി എന്ത് എന്ന പോലെ നിന്നു.
പരസ്പരം വീക്ഷിക്കുന്നതിനിടയിൽ കണ്ണിലുടക്കിയ കൂറ്റൻ മൂവാണ്ടന്മാവും അതിൽ തൂങ്ങിയാടുന്ന ഊഞ്ഞാലുമൊക്കെ കാണേ നീലാംബരിയിൽ ഉറങ്ങിക്കിടന്ന നാക്കവല്ലി ഉണർന്നു. വിശാലമായ വലിയ മുറ്റവും ഇരുട്ടിൽ തിളങ്ങുന്ന പൂക്കളും ഊഞ്ഞാലുമൊക്കെ അവിടെ എവിടെയായി മതിലും ഗാർഡനിലുമൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന പെഡസ്റ്റൽ ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു. അവിടേക്ക് പോയി ഊഞ്ഞാലിരുന്ന് നീട്ടിയാടാനും തറവാട്ടിലുള്ള പോലെ പൂക്കൾ പൂത്തുളഞ്ഞു നിൽക്കുന്ന തെച്ചിയും മന്ദാരവും ചെമ്പകവും ഒക്കെ കണ്ട മാത്രയിൽ തന്നെ ഓടിപ്പോയി അവ പൊട്ടിച്ചെടുക്കാൻ അവൾ വല്ലാതെ കൊതിച്ചു. ഏതോ ഓർമ്മയിലെന്ന പോലെ അവിടേക്ക് പോവാൻ തുനിഞ്ഞവളെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കാവ്യ നേരെ നിർത്തി. ഇടി പന്നി, നിന്റെ സൈക്കോ സ്വഭാവം ഇവിടെ കാണിക്കരുത്. ഇത് സ്ഥലം വേറെയാ, മിണ്ടാതെ ഇറങ്ങിന്നോ. തറവാട് വിട്ട് ഇറങ്ങിയാ പിന്നെ നീ വെറും തറയാണെന്ന് എനിക്കറിയാം. എടി പൂവ്, ഊഞ്ഞാല്, അവിടെ ഊഞ്ഞാല്, ഞാൻ വരെ വിളിച്ചു പറയും, മിണ്ടാ നിന്നോ നീ. നീലാംബരി എന്തോ കണ്ട് കുസൃതി കാട്ടുന്നു അവളെ കാവ്യ ശാസിക്കുന്നുമൊക്കെ. ചെറുചിരിയോടെ കാറിൽ ചാരിന്ന് നോക്കി നിന്നു ജാൻ. അവനറിയാൻ തോന്നി താൻ ഇതുവരെയൊന്നും പൂർണ്ണമായും അറിഞ്ഞിട്ടില്ലാത്ത തന്റെ പെണ്ണിനെ, അവളുടെ കുറുമ്പുകളെ, അവളുടെ എല്ലാം അറിയാൻ അവന് വല്ലാത്ത കൊതി തോന്നി. എത്ര ശ്രമിച്ചിട്ടും മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാത്തത്രയും സ്നേഹം അവനിൽ നിറയുന്നതും അളവൊട്ടും കുറയാതെ തന്നെ അത് അവളിലേക്ക് പകർന്നു നൽകാൻ അവന്റെ ശരീരവും മനസ്സും വല്ലാതെ വെമ്പൽ കൊണ്ടു. ഒരു മയത്തിലൊക്കെ നോക്കടാ, എന്റെ പെങ്ങൾ നിന്റെ പൂച്ചക്കണ്ണുകളെ താങ്ങില്ല കേട്ടോ. ലക്ഷണം കണ്ടിട്ട് നിന്റെ നിൽപ്പത്ര ശരിയല്ല. ഇനി ഇന്ന് വല്ല പ്രത്യേക ദിവസം വല്ല ആണോ? ഈ കറുത്ത വാവ്, വെളുത്ത വാവ്, കർക്കിട വാവ് എന്നൊക്കെ പറയും പോലെ നിനക്ക് വല്ല ദുരുദ്ദേശം ഉണ്ടോ മനസ്സിൽ? വാട്ട്? നീ എന്തായി പറയുന്നത്? എന്ത് ദുരുദ്ദേശം? അതായത് ഈ വാവെടുക്കുമ്പോ ചില മനുഷ്യരിൽ ഈ കിരൺ എന്തോ കാര്യമായി പറയാമെന്നും തറവാട്ടിൽ നിന്ന് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. നിർമ്മലയും രാധികയും കനകവും ജയേന്ദ്രനും കൂടാതെ അവരുടെ പുറകിൽ ബാല്യക്കാരി ജാനുവും ഉണ്ടായിരുന്നു. ശ്രീ ആകെ ഒന്ന് പരിങ്ങി. കാരണം ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം നൽകണം. അന്ന് രാത്രി ആരോടും പറയാതെ എന്തിനെ ഇറങ്ങിപ്പോയി എന്നുള്ള ചോദ്യങ്ങളാണ് നേരിടാൻ പ്രയാസം. അതുകൊണ്ട് തന്നെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നവരെ കാണേ നീലാംബരിയേക്കാളും കാവ്യേക്കാളും ഒക്കെ ഒന്ന് പകച്ച ശ്രീ തന്നെയാണ്. നിർമ്മല സ്ത്രീയെ നോക്കിയൊന്ന് മുഖം കുറിപ്പിച്ചു. സ്ത്രീക്കറിയാം തന്റെ അമ്മയേക്കാൾ ഒരു പിടി സ്നേഹവും കരുതലുമൊക്കെ കുഞ്ഞുനാൾ മുതൽ താൻ അനുഭവിച്ചു വന്നത് നിർമ്മലാമ്മയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയോട് കയർത്ത് സംസാരിച്ചാലും നിർമ്മലാമ്മയോട് തനിക്ക് പറ്റില്ല. നിർമ്മലാമ്മ സ്ത്രീയെ നോക്കി പറഞ്ഞു തുടങ്ങിയതും അപ്പോഴേക്ക് എവിടുന്ന് ഓടിപ്പിടിച്ചെത്തിയിരുന്ന മാധവിയും മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവരുടെ കണ്ണുകൾ കൂടുതൽ ചുരുങ്ങി. നിർമ്മല എന്താവും പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ മാധവി കാതുകൂർപ്പിച്ച് നിന്നു. ഓ വന്നോ ഡോക്ടർ, ഇപ്പോഴെങ്കിലും വീട്ടുകാരെ കുറിച്ച് ഓർത്തല്ലോ, സന്തോഷം. ആ സമയത്ത് വീട് വിട്ട് ഇറങ്ങിപ്പോ മാത്രം ധൈര്യം കൂടിപ്പോയോ ശ്രീ നിനക്ക്? തല്ലു കൊള്ളേണ്ട പ്രായം കഴിഞ്ഞെന്റെയാ നീ ഇന്ന് കാണിച്ചത്. നോള പറഞ്ഞ് പാതിരാത്രി ഇറങ്ങിപ്പോകുമ്പോ നീ നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്തോ? നിന്റെ അമ്മയെ ഓർത്തോ? ശിവയ്ക്ക് എന്താ പറ്റിയെന്ന് നീ അന്വേഷിച്ചോ? ബോധം പറഞ്ഞ് വീണെന്റെ കുട്ടി അറിയോ നിനക്ക്? നിന്റെ അമ്മ കനകം എത്രയാ തീതെന്ന് അറിഞ്ഞോ നീ? കലികാലം പെണ്ണുങ്ങൾക്ക് ഒട്ടും ഭയമില്ലാണ്ടായി. അല്ലാതെ എന്താ? അല്ലേ തന്നെ പറഞ്ഞിട്ട് പോയാ ഇപ്പൊ എന്താ സംഭവിക്കാ? പറ്റില്ലാലോ. അവൾക്ക് എല്ലാരെയും തീ തെറ്റിക്കണായിരുന്നു, അത്ര തന്നെ. കുറ്റം ചെയ്ത പോലെ സ്ത്രീ മുഖം കുനിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ കാവ്യയും നിലയെ അവർക്ക് ഇരുസൈഡായി വന്നു നിന്നു. സ്ത്രീ ഇരുവരെയും നോക്കി കണ്ണു ചിമ്മി. സ്ത്രീയുടെ നോട്ട് ഒരു വേള കാറിൽ ചാരി നിൽക്കുന്ന ജാനിലുടക്കി. തിരുവായ തുറക്കരുതെന്ന് പറഞ്ഞതിന് കടിച്ചു പിടിച്ച് നിൽപ്പാണ് ചെക്കൻ. നിർമ്മലക്ക് പുറമെ കനകവും ജയേന്ദ്രനും കൂടി തുടങ്ങിയപ്പോൾ നീലാംബരിയിൽ എന്തോ വല്ലാത്ത ടെൻഷനായി. എല്ലാം താൻ കാരണമാണ്. തനിക്ക് വേണ്ടിയാണ് ശ്രീയമ്മ ഇത്രയും കേൾക്കുന്നത്. അവളൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷേ ആ സമയം ജാൻ അവിടെ ഇല്ലായിരുന്നു. കാറുകൾ പോർച്ചിലേക്ക് ഒതുക്കി പാർക്ക് ചെയ്യുകയാണ് കിരൺ. ചുറ്റുമും തിരഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ നീളുമ്പോൾ ദൂരെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നവരിലൊന്ന് ഉടക്കി. ഇവിടെ നടക്കുന്ന ആൾ മൈൻഡ് കൂടി ചെയ്യുന്നില്ല. ഉണ്ണിക്കുട്ടനുള്ള ഒരു ബലമാണെന്ന് സ്ത്രീ പറഞ്ഞോർക്കെ എന്തോ അവൾക്ക് ജാനോട് വല്ലാത്ത ദേഷ്യം വന്നു. നില സ്ത്രീയുടെ കയ്യിൽ പതിയെ പിടിമുറുക്കി. ശ്രീയമ്മ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ എൻ്റെ അമ്മയോട് പറയാനുള്ള ഡയലോഗ് പറയട്ടെ? നില പതിയെ സ്ത്രീയുടെ കാതിൽ പറയുമ്പോൾ എന്താ എന്നർത്ഥത്തിൽ സ്ത്രീ അവളെ നോക്കി. തക്ക സമയത്ത് വന്നുവിട്ട സ്ഥിതിക്ക് കുട്ടി നിന്ന് അങ്ങോട്ട് കേൾക്കുക. തമ്പുരാട്ടിമാർ പറയും പോലെ നില പറയുന്ന കേട്ട് സ്ത്രീ അറിയാവുന്ന ചിരിച്ചതും ചിരിയുടെ ഏതാനും ചീളുകൾ പുറത്തേക്ക് തെറിച്ചകൾക്ക് നിർമ്മലയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു. കണ്ടോ കനകം, അഹമ്മദി കണ്ടോ പെണ്ണിന്റെ? എന്റെ വാക്കിന് എന്ത് വിലയാ അവള് കൽപ്പിക്കുന്നത്? ചെറുതിലെ നിന്നെയൊക്കെ തല്ലിയ ചൂരൽവടി ഇപ്പോഴും ഉണ്ട് തട്ടിമ്പുറത്ത്. ഈ പോക്ക് പോയാല് അതങ്ങ് എടുക്കും ഞാൻ. ഓഹ്, അച്ഛമ്മ ടെററാണല്ലോ ശ്രീയമ്മ, കാവ്യ പതിയെ പറഞ്ഞു. മിണ്ടാ നിക്ക് കാവ്യ, എനിക്ക് ചിരി വരുന്നു. ആ കാലം ശിവേട്ടത് എവിടെ പോയി കിടക്കാണോ എന്തോ. തക്ക സമയത്ത് വന്ന് പറയാനുള്ള ഡയലോഗ് വരെ ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്താ. ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോഴേക്കും നിർമ്മല സ്ത്രീയുടെ അപ്പുറപ്പുറം നിൽക്കുന്ന നീലാംബരിയും കാവ്യയും നോക്കി. ഇതൊന്നും കണ്ട് മക്കള് പേടിക്കേണ്ട കേട്ടോ. ഇവൾക്ക് കിട്ടേണ്ടത് തന്നെയാ ഞാൻ കൊടുത്തത്. പോത്ത് പോലെ വളർന്നു. 2 തടിമാടന്മാരായ മക്കളുണ്ട്. എങ്കിലും അതിന്റെ വല്ല കൂസലുണ്ട് നോക്കിയ മോത്ത്. ചെറുപ്പം മുതലേ ഇവള് വലിയ കുസൃതിക്കാരിയാ. എന്തിനു പറയണം, എന്റെ മോൻ തന്നെ എല്ലാം വളമിച്ച് കൊടുക്കുന്നു.
ഒപ്പം തുള്ള 2 ആൺമക്കളും. ഇവളെ ഞാൻ പറഞ്ഞതിന് എന്റെ പുന്നാര മോശം ഇവ ഇങ്ങോട്ട് ഓടിപ്പടിച്ച് വരേണ്ടതാ. വരില്ല. കാരണം ഉച്ചക്ക് കഴിച്ച ഭക്ഷണം വയറ്റി പിടിച്ചിട്ടില്ല. ബാത്റൂമിൽ തന്നെയാ ഉച്ച മുതല്. നിലക്കും കാവ്യക്കും ചിരി വന്നു. ശ്രീയമ്മ ശിവനാസാണ് വയറിളക്ക. പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗ് മിക്കവാറും ബാത്റൂമിലിരുന്ന് പ്രാക്ടീസ് ചെയ്യായിരിക്കും ഇപ്പോ. കാവ്യ അടക്കി ചിരിച്ചുകൊണ്ട് രഹസ്യം പറയുമ്പോൾ ശ്രീയോട് പറയുമ്പോൾ അത്രയും നേരം എല്ലാം ആസ്വദിച്ചിട്ടുണ്ടെന്ന മാധവിക്ക് ക്ഷമയിട്ട് തുടങ്ങിയിരുന്നു. ഈ പിള്ളേരെന്താ ഇവിടെ? മാധവി തുടക്കം കുറിച്ചപ്പോൾ തന്നെ ജയേന്ദ്രൻ അത് എതിർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇടപെട്ടു. നിങ്ങൾ കയറി വാ മക്കളെ. നിങ്ങൾ ഇന്ന് വരുന്നു ശിവനാഥ് പറഞ്ഞിരുന്നു. ആ നീലാംബരി മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പനിയും തലകറക്കൊക്കെ കുറവുണ്ടോ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? മോളുടെ അമ്മയോട് ടെൻഷൻ വേണ്ടാന്ന് വിളിക്കുമ്പോൾ പറയണം കേട്ടോ. ഒരു കൂട്ടിന് കൂട്ടുകാരി കൂടി വന്നത് നന്നായി. കുറച്ച് പ്രായം ചെന്നവർ മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. കിരണും ഉണ്ണിക്കുട്ടനൊക്കെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. ഒറ്റക്കായിരുന്ന ഈ മോൾക്ക് ബോറടിച്ചേനെ. കാവ്യൊന്ന് പുഞ്ചിരിച്ചു. ജയേന്ദ്രൻ പറയുമ്പോൾ കനകത്തിന് അവസാനം കേട്ട പ്രായം ചെയ്യുന്നവർ എന്ന ആ ഡയലോഗ് അത്ര പിടിച്ചില്ല. പിന്നെ പ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ? എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. എങ്കിലും ഇപ്പോഴത്തെ പിള്ളേരുടെ എന്താ അതിന് പറയാ, ആ വൈബ് അത് ചിലപ്പോൾ കിട്ടില്ലെന്നേ ഉള്ളൂ. ഈ തള്ള ഇതെന്തൊക്കെയാ നിന്ന് പ്രസംഗിക്കുന്നേ? ഇവളുമാരോട് നല്ലത് പറയാന്ന് വെച്ചാൽ കിളവിന് കളയുവാൻ സമ്മതിക്കുന്നില്ലല്ലോ. കാലിനെ പറ്റി ചുരിദാറിട്ട് നടക്കുക തള്ള. എന്നിട്ട് ഇപ്പോൾ പ്രായമായിട്ടില്ല പോലും. മനസ്സിലായി ഓർത്തുകൊണ്ട് മാധവി മുന്നോട്ട് വന്നു. ഇത്രയും ആൾ കൂട്ടത്തിനിടയിൽ വായിൽ നിന്ന് അങ്ങനെ അധിക പ്രസംഗമൊന്നും വീഴാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മുഖത്തൊരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് കളിയാക്കും പോലെ കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു മാധവി. തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.